സംഭവത്തിൽ അമ്മു എന്ന് പറഞ്ഞ കുട്ടി തൽക്ഷണം മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകട കാരണം. ഇതിനെ തുടർന്ന് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അയാളുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മു എന്ന് പറഞ്ഞ കുട്ടിയുടെ വീട്ടിൽ നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നൽകാൻ സതീഷ്. ക്യാമറമാൻ അർജയനോടൊപ്പം അഞ്ജന നായർ, മനോരമ. ഇതാ ഒരു പുതിയ മെസ്സേജ് വന്നിരിക്കുന്നു. ഇരിങ്ങാലക്കുടയിലെ സെന്റ് ജോസഫ് കോളേജ് പരിസരത്തുണ്ടായ ബൈക്ക് ആക്സിഡന്റിൽ സതീഷ് 23 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ മരിച്ചു. എത്രയും പെടുന്ന അയാളുടെ എത്തുണ്ടായിരിക്കും. നിങ്ങൾ പോയി ഇവിടെ എങ്ങനെ ജീവിക്കാനാ? അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാ. നീ ചിരിക്കണ്ട. അവനൊന്ന് കയ്യും കലാശങ്ങൾ ചെയ്യാൻ ലോകത്ത് ചീത്തപ്പെട്ടാക്കരുത്. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്തെ പോയില്ല. അതെ, സത്യത്തിൽ എന്താ പ്രശ്നം? സെന്റ് ജോസഫ് കോളേജ് ഉണ്ടോ? അതിന് പിന്നെ പോസ്റ്റ് ഉണ്ടോ? പെൺകുട്ടികളെ വായി നോക്കി ബൈക്ക് ഞാൻ പോസ്റ്റ് കണ്ടില്ലടാ. നിനക്ക് ആ ഹെൽമെറ്റ് വെച്ച് പോവായിരുന്നില്ലേ? ഹെൽമെറ്റ് വെച്ച് സുന്ദരമായി കുറച്ചു ബുദ്ധിമുട്ടിയാലും ഈ ജീവിതം ജീവിച്ചു തീർക്കാം. അല്ലെങ്കിൽ താങ്കളുടെ കുടുംബം ഈ ജീവിതകാലം മുഴുവനും ബുദ്ധിമുട്ടേണ്ടി വരും. അല്പം ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാക്കാം. ഇനി ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥയോ നിനക്ക്. മറ്റൊരു വാർത്ത. ദേശീയപാതയിൽ വാഹനാപകടം. ഒരു കുടുംബത്തിലെ അച്ഛനും മകളും ഉൾപ്പെടെ 3 പേർ മരിച്ചു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാക്കണം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കാതിരിക്കുക. കാറുകളിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കണം. അമിത വേഗത്തിലുള്ള യാത്ര ഒഴിവാക്കുക. റോഡ് നിയമങ്ങൾ പാലിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അപകടം ഒഴിവാക്കാൻ സാധിക്കില്ലേ? റോഡ് അപകടങ്ങൾ